സാഹചര്യത്തിലാണ് ഓംപ്രകാശ് ഇന്നലെ നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാന ആക്രമണത്തിൽ വിറങ്ങലിച്ച് കുട്ടമ്പുഴ നിവാസികൾ. തൃശൂരിൽ ജോലി ചെയ്തിരുന്ന എൽദോസ് നാട്ടിലെത്തിയത് ക്രിസ്തുമസ് ആഘോഷിക്കാൻ. എൽദോസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരമുടൻ. പ്രതിഷേധം തുടർന്ന നാട്ടുകാർ. റാന്നി അമ്പാടി വധക്കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ്. അമ്പാടിയെ ഇടിച്ചു വീഴ്ത്തി വാഹനം കയറ്റിയിറക്കിയത് വിവരിച്ച് പ്രതികൾ. മുൻവൈരാഗ്യമില്ലെന്നും വാക്കുതർക്കം കൊലപാതകത്തിലേക്ക് എത്തിച്ചെന്നും പോലീസ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിടാൻ നിർദ്ദേശിച്ച CPM. നടപടി സ്ഥിരം അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുത്തത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. തൃശൂർ മാളയിൽ ഭാര്യയെ കുത്തിപ്പരുക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കുത്തേറ്റത് കരിങ്ങാച്ചിറ സ്വദേശി റമീസയ്ക്ക്. ഇരുവരും ചികിത്സയിൽ. വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഹർഷിദ്, അഭിറാം എന്നിവർ. പരുക്കേറ്റ മാതനെ സന്ദർശിച്ച മന്ത്രി OR കേളു. ശബരിമലയിൽ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ. തങ്കയങ്കി ഘോഷയാത്ര ഞായറാഴ്ച ആറന്മുളയിൽ നിന്ന് തുടങ്ങും. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. വാർത്തകൾ വിശദമായി. കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ചേലാട് കുറുമറ്റത്തെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഡാനി പോളുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇന്ന് രാവിലെ തന്നെ അതിദാരുണമായ ഒരു സംഭവത്തിലേക്കാണ് എത്തിയത്. ക്രിസ്തുമസ് അവധിക്ക് വേണ്ടി നാട്ടിലെത്തിയതാണ്. പക്ഷേ നേരിട്ടത് വലിയൊരു വാർത്തയാണ്. ഡാനിപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? എങ്ങനെയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അല്പസമയം മുൻപാണ് എൽദോസിന്റെ മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. കുട്ടമ്പുഴയിലെ ഈ സെറ്റിൽമെന്റ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അല്പം മുമ്പാണ്. നേരത്തെ ഇവിടെ നാട്ടുകാരുടെ അടക്കം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. കാരണം കൃത്യമായ രീതിയിൽ ഇവിടെ ഒരു സഞ്ചരിക്കാനുള്ള ഒരു സുരക്ഷിതത്വവും സാഹചര്യവും ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ മൃതദേഹം എത്തുമ്പോഴേക്കും അത് കടന്നു പോകാൻ അനുവദിക്കുകയും തങ്ങൾ ഒരിക്കലും മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയോ പ്രതിഷേധിക്കുകയില്ല. പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങൾ അത് അംഗീകരിച്ച് കിട്ടണമെന്ന് അവർ ഉറക്കെ പറയുകയും ചെയ്തു. എന്തായാലും മൃതദേഹം ഇപ്പോൾ എൽദോസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. 1 മണിക്കൂറോളം ഇവിടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം സംസ്കാര ശുശ്രൂഷകൾക്കായി ഇവിടെ മർത്തോമ പള്ളിയിലേക്ക്, കുട്ടമ്പുഴയിലെ മർത്തോമ പള്ളിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ചേലാട് കുറുമറ്റം എന്ന് പറയുന്ന പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ, മൃതദേഹം അടക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് ഈ ചടങ്ങുകൾക്ക് ശേഷം 3 മണിക്ക് ശേഷം കോതമംഗലത്ത് വലിയ രീതിയിൽ വിപുലമായി ഒരു ജനകീയ കൂട്ടായ്മയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇവിടെ കോതമംഗലം മുനിസിപ്പാലിറ്റി മേഖലയിലും അതോടൊപ്പം തന്നെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മേഖലയിലും ഹർത്താൽ ആചരിക്കുകയാണ്. ഈ വന്യജീവി ആക്രമണം, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ എൽദോസിന്റെ ഈ മരണം എന്നിവ ഉൾപ്പെടെ തടയുന്നതിനു വേണ്ടി ആവശ്യമായ ഒരു ക്രമീകരണങ്ങൾ, വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഹർത്താൽ ആചരിക്കുകയാണ്. എന്തായാലും ആളുകളുടെ ഒരു പ്രതിഷേധം വലിയ രീതിയിലുള്ളതാണ്. പ്രദേശവാസികളുടെ ഇന്നലെ രാത്രിയും എല്ലാം തന്നെയും ഇവിടെ ഏതാണ്ട് 8 മണിക്കൂറോളമാണ് ജില്ലാ അധികൃതർക്ക് നാട്ടുകാരുമായി ചർച്ച നടത്തേണ്ടി വന്നത്. ഇന്നലെ ഈ കൊല്ലപ്പെട്ടതിനു ശേഷം വൈകിട്ട് ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനു ശേഷം നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടുകയും മൃതദേഹം വിട്ടുതരാൻ തയ്യാറല്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാരണം കാലങ്ങളായി ഇവർക്ക് നൽകുന്ന ഉറപ്പുകൾ അതൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. നിരവധി തവണ നാട്ടുകാർ കാട്ടാനയുടെ മുന്നിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പലരും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ
ഈ പിണർമുണ്ട അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കാട്ടാന എത്തുന്ന സാഹചര്യം ഇന്നിപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വീട്ടുമുറ്റത്ത് പോലും വന്യജീവികൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടും ആരും ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഇന്ന് രാവിലെയും ആളുകൾ ഇവിടെ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് മൃതദേഹം എത്തുന്നതിന് അല്പസമയം മുൻപ് ഇവിടെ ഈ കവലയിലും ആളുകളുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ മൃതദേഹം തടുത്തു നിർത്തുന്നതിനോ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനോ അത്തരം തടസ്സങ്ങൾ ആദ്യഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അത് വീട്ടുകാരുടെ എല്ലാം തന്നെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊരു അയവ് വന്നത്. ഇപ്പോൾ ഇവിടെ ട്രെഞ്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം വലിയ കുഴികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാരംഭ സർവേയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വനമേഖലയിൽ അത്തരം ട്രെഞ്ചുകൾ നിർമ്മിക്കുക എത്രത്തോളം പ്രായോഗികമാണെന്ന് അവർക്കും സംശയമുണ്ട്. എങ്കിലും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ശക്തമായ രീതിയിൽ വൈദ്യുത വേലികൾ ഇവിടെ വേണം. ഇത്തരം കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രതിഷേധം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ വന്യജീവി ആക്രമണത്തിന്റെ മറ്റൊരു ഇര കൂടി മാറുകയാണ് എൽദോസ്. 1 മണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കുട്ടമ്പുഴയിലെ എൽദോസിന്റെ മരണം വനം വകുപ്പിന്റെ വീഴ്ചയാണ്. മനുഷ്യജീവന് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. അങ്ങേക്ക് ഈ വകുപ്പ് ഫലപ്രദമായിട്ട് ഭരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങ് രാജിവെച്ചൊഴിഞ്ഞ് മറ്റൊരു ആളെ അവിടെ ഇരുത്തുകയാണ് വേണ്ടത്. അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ വനം വകുപ്പ് മന്ത്രിയായിട്ട് തുടരുന്നത്? സാധാരണക്കാരന് വേണ്ടി നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത്. പത്തനംതിട്ട റാന്നി അമ്പാടി വധക്കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. അമ്പാടിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ റാന്നി മന്ദമരുതിയിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കേസിലെ 4 പ്രതികളിൽ ആദ്യ 3 പ്രതികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നിവരെയാണ് തെളിവെടുപ്പിനായി മന്ദമരുതിയിൽ എത്തിച്ചത്. അമ്പാടിയെ ഇടിച്ചു വീഴ്ത്തി വാഹനം ശരീരത്തിലൂടെ കയറ്റിയിറക്കിയത് പ്രതികൾ പോലീസിനോട് വിവരിച്ചു. പ്ലാച്ചേരി ഭാഗത്തു നിന്നാണ് എത്തിയതെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ഏഴ് മിനിറ്റോളം നീണ്ടുനിന്ന ആദ്യഘട്ട തെളിവെടുപ്പിന് ശേഷം പ്രതികളെ വാക്കുതർക്കം നടന്ന ബിവറേജസ് കോർപ്പറേഷന് മുന്നിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതറിഞ്ഞ് നിരവധി ആളുകൾ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രതികൾ തമ്മിൽ മുൻവൈരാഗ്യമില്ലെന്നും വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നുമാണ് പോലീസ് പറയുന്നത്. കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ അമ്പാടിയെ വാഹനം ഇടിപ്പിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് മുഖ്യപ്രതി അരവിന്ദ്. ന്യൂസ് 18 പത്തനംതിട്ട. തൃശൂർ മാളയിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കരിങ്ങാച്ചിറ സ്വദേശി റമീസയ്ക്കാണ് കുത്തേറ്റത്. ആക്രമണത്തിനിടയിൽ ഭർത്താവ് നൌഷാദ കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇരുവരെയും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട കോന്നി വകയാറിൽ യുവാവിന്റെ ജീവനെടുത്ത അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ബൈക്ക് റോഡിൽ നിന്ന് തെന്നിമാറി കൈവരിയിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിലാണ് തിരുവനന്തപുരം സ്വദേശി കിരൺ മരിച്ചത്. പമ്പ ചാലക്കയത്തിന് സമീപം ശബരിമല തീർത്ഥാടകരുമായി പോയ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർ അടക്കം 15 പേർക്ക് പരുക്ക്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. പമ്പയിൽ നിന്ന് എരുമേലിയിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വരികയായിരുന്ന ചെയിൻ സർവീസ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ഹർഷിദ്, അഭിരാം എന്നിവരാണ് പിടിയിലായത്. മാനന്തവാടി പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. 2 പേർ ഒളിവിലാണ്. അതേസമയം പരുക്കേറ്റ മാതനെ മന്ത്രി OR കേളു സന്ദർശിച്ചു. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയാണ് മാതനെ കണ്ടത്. ഇടുക്കി കുമളി ഷെഫീഖ് വധശ്രമ കേസിൽ വിധി പറയുന്നത് ഈ മാസം 20-ലേക്ക് മാറ്റി. പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച കേസിലാണ് തൊടുപുഴ സെഷൻസ് കോടതി വിധി പറയുക. പിതാവും രണ്ടാനമ്മയുമാണ് കേസിലെ പ്രതികൾ. സംഭവം നടന്ന 11 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പറയുന്നത്. 2013 ജൂലൈയിലാണ് ഷെഫീഖ്
പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂര പീഡനത്തിന് ഇരയായത്. അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു ക്രൂരമായി മർദ്ദനമേറ്റ വിവരം പുറം ലോകം അറിഞ്ഞത്. മെഡിക്കൽ റിപ്പോർട്ടുകളാണ് കേസിൽ നിർണായകമായത്. സർക്കാർ ചുമതലപ്പെടുത്തിയ രാഗിണിയാണ് ഷഫീഖിനെ പരിചരിക്കുന്നത്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഞായറാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 25-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. മണ്ഡല തീർത്ഥാടന കാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് തുടങ്ങി. 22-ന് ആറന്മുളയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര തുടങ്ങും. 23, 24 തീയതികളിൽ കർപ്പൂരാഴി, 25-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. തങ്കയങ്കിയുമായി ബന്ധപ്പെട്ടായാലും സ്പെഷ്യൽ പോലീസ് ക്രമീകരണങ്ങൾ ഉണ്ടാവും. ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇതുണ്ടാവും. അവർ 25-നാണ് ഇവിടെ എത്തുന്നത്. 25-ന് വൈകുന്നേരം 5 മണിക്ക് അവരെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും. 6:30-ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. മണ്ഡലപൂജയ്ക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. ഇക്കാര്യത്തിൽ വിവിധ തട്ടിലുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. തീർത്ഥാടകരുടെ എണ്ണം കൂടിയാലും ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനാണ് ശ്രമം. പൂജകൾക്ക് ശേഷം 26-ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിന് ഈ മാസം 30-ന് നട തുറക്കും. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മാഹിയിൽ നിന്നും ചരക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന 180 കുപ്പി വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശി പുരുഷോത്തമനാണ് പിടിയിലായത്. ലോറി ഡ്രൈവറാണ് ഇയാൾ. ഉത്സവകാല സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. കാസർഗോഡ് കളനാട് വാണിയാർ മൂലയിൽ പണം വെച്ച് ചീട്ട് കളിച്ച 30 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ മേൽപ്പറമ്പ് പോലീസ് പിടിച്ചെടുത്തു. രഹസ്യവിവരത്തെ തുടർന്നാണ് മുഹമ്മദ് എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പണം കണ്ടെത്തിയത്. കൊല്ലം പുനലൂരിൽ നിർമ്മാണം പൂർത്തിയാകാത്ത റോഡിന്റെ പേരിൽ ഫണ്ട് തിരിമറിയെന്ന് പരാതി. നിർമ്മാണത്തിലിരിക്കുന്ന വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡിന്റെ ഉദ്ഘാടനത്തിനെന്ന പേരിലാണ് തുക ചെലവഴിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡിന്റെ നവീകരണം പാതി വഴിയിൽ എത്തി നിൽക്കെയാണ് ഉദ്ഘാടനം നടത്തിയതായി കാട്ടി ഫണ്ട് തട്ടിച്ചെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കൌൺസിൽ ചേരുന്നതിനായി നൽകിയ നോട്ടീസിൽ ഒക്ടോബറിൽ ഉദ്ഘാടനം നടത്തിയതായാണ് പറയുന്നത്. പുനലൂർ നഗരസഭാ ഭരണാധികാരികളോട് കക്കരുത് എന്ന് ഞങ്ങൾ പറയത്തില്ല. കാരണം അവരത് ശീലിച്ചതാ. ഈ കക്കുമ്പോ മര്യാദയ്ക്ക് കക്കാനുള്ള കാര്യമെങ്കിലും അവർ ചെയ്യണമെന്നൊരു ഉപദേശമാണ് അവരോട് വെക്കാനുള്ളത്. നമ്മൾ നിൽക്കുന്ന ഈ വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡാണ്. ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾ ഈ കാണുന്നതാണ്. ഈ റോഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയെന്നും പറഞ്ഞ് അതിന്റെ ഉദ്ഘാടനം നടത്തി എന്നും പറഞ്ഞ് കുറച്ച് പൈസ മാറിയെടുക്കാൻ നോക്കുന്ന അത്തരം വൃത്തികേട് കാണിക്കാതിരിക്കാനുള്ള ഒരു മിനിമം മര്യാദ നിങ്ങൾ കാണിക്കണം. റോഡ് നവീകരണത്തിന് മുൻപായി ഫ്ലക്സ് ബോർഡുകളും അനൗൺസ്മെന്റും ഒക്കെയായി നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നു. ഈ പരിപാടി റോഡിന്റെ ഉദ്ഘാടനമായി കാട്ടി ബില്ല് മാറാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിന്റെ പണി തീർത്ത് ഇതിന്റെ കാശ് വാങ്ങിച്ചായിട്ട് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പിടി മണ്ണ് പോലും ഇവിടെ വാരിയിടാതായി ക്യാഷ് മാറിപ്പോയിരിക്കുന്നത്. ക്യാഷ് മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. ചെയ്യാത്ത പണിക്കാണ് അവർ ഇത് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ അത് പോട്ടെ. ചെയ്യാതെ ഒരു തൂമ്പ മണ്ണ് പോലും വെട്ടിയിടാതെ ഇവിടെ പണി തീർന്നു എന്നും പറഞ്ഞ് മുനിസിപ്പാലിറ്റി ബില്ല് മാറാൻ ചെന്നതായിട്ട് അറിയപ്പെടുന്നത്. അതിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവാത്ത. 3 വർഷമായി റോഡ് തകർന്നിട്ട് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഏതായാലും നവീകരണം പൂർത്തിയാകും മുമ്പ് ഉദ്ഘാടനം നടത്തിയെന്ന വാർത്ത പരന്നതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട് ചെറുവാടി പുഞ്ചപ്പാടത്ത് നടീൽ ഉത്സവം. കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നത്. ചെറുവാടിപ്പാടത്തെ 3 ഏക്കറിലാണ് കൃഷി. അത്യുൽപാദന ശേഷിയുള്ള ഉമവിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. 120 ദിവസം കൊണ്ട് വിളവെടുക്കാം. കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് കൃഷി. ജീവനക്കാരും കുടുംബാംഗങ്ങളും കൃഷിയിൽ പങ്കാളികളായി. പരിപാലനവും ജീവനക്കാർ തന്നെ. വിളവെടുക്കുന്ന നെല്ല് വിവിധ ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കും. കേരളത്തിന്റെ നഷ്ടപ്പെട്ട കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാൻ
സഹകരണ മേഖലയിൽ വലിയ ഇടപെടൽ നടത്താനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. തീർച്ചയായും അതിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്കായ കാലിക്കറ്റ് നോർത്ത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇതിൽ അണിനിരന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്. കൃഷി വ്യത്യസ്ത അനുഭവമായെന്ന് ജീവനക്കാരിയായ ബബിജ. പാടത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല ചടിയിലൊക്കെ ചവിട്ടി നല്ലൊരു അനുഭൂതിയാണ് ഉണ്ടായത്. ഞങ്ങൾ കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്റ്റാഫുകളാണ്. അവിടെ ഞങ്ങൾ നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഇറങ്ങിയതാണ്. പുതിയൊരു അനുഭവമാണ് ചളിയിൽ കൂടെ നടന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായിട്ടുണ്ട്. ഓരോന്നും ഇതുവരെ ചളിയിൽ ഇറങ്ങാത്ത മക്കളാ. ഇതുവരെ ചളിയിൽ ഇറങ്ങാത്തതുകൊണ്ട് ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയി. പിന്നെ ഞങ്ങൾക്കൊരു പുതിയൊരു അനുഭവമാണിത്. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ അതിർത്തി താണ്ടേണ്ട ആവശ്യമില്ലിനി. ബൈസൺ വാലിയിലെ 40 ഏക്കറിൽ എത്തിയാൽ മതി പാടം നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ മനോഹര കാഴ്ച കാണാൻ. ബൈസൺ വാലി രാജക്കാട് റോഡിൽ 100 മീറ്ററോളം സഞ്ചരിച്ചാൽ സൂര്യകാന്തി പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുന്ന പാടത്തെത്തിച്ചേരാം. ബൈസൺ വാലി സ്വദേശി പുതിയ വീട്ടിൽ ജിജോയാണ് സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മുട്ടുകാട് പാടശേഖരത്തിൽ 1/2 ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ബൈസൺ വാലി പഞ്ചായത്തിലെ മുട്ടുകാട്ടിലുള്ള സൂര്യകാന്തി പാടം കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം എത്തിയത്. ഇതേ തുടർന്നാണ് ഈ വർഷം 40 ഏക്കറോളം സ്ഥലത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മെയ് സമയത്ത് നമ്മൾ മുട്ടുകാട് നമ്മൾ ഇതേപോലെ തന്നെ സൂര്യകാന്തി തോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ഇത് അനുബന്ധിച്ചാണ് ഈ കൊല്ലം നമുക്കിതായി ഒരു ആശയം വിരിഞ്ഞാൽ നമ്മൾ ബൈസൺ വാലി നമ്മളിവിടെ നമ്മുടെ സ്വന്തം തോട്ടമാണ്. ഇത് 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നമ്മളൊരു 80 സെൻറ്റ് സ്ഥലത്തിനാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. ബാക്കി സ്ഥലത്തും കൂടെ നമ്മൾ ഇത് വിത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും അനുവാദികമായി തന്നെ അപ്പുറത്തും ഇത് സൂര്യകാന്തി. അപ്പം നമ്മളിതൊരു ടൂറിസം ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഗസ്റ്റ് വരാനും അവർക്ക് കണ്ടിന്യൂസ്ലി സൂര്യകാന്തി തോട്ടം കാണാനും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്ന മുനിയപ്പാറയും പാടശേഖരവും എല്ലാം ഉൾപ്പെടുന്ന സമ്പന്നമായ ബൈസൺ വാലി തികച്ചും കാർഷിക ഗ്രാമമാണ്. കാലാവസ്ഥയുടെ മാറ്റം ഇവിടുത്തെ കർഷകർക്കും വെല്ലുവിളിയാവുകയാണ്. ഇത്തരം പ്രതിസന്ധികളെ ടൂറിസം മേഖലയുമായി കൂട്ടുപിടിച്ച് മറികടക്കുകയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ. ഇപ്പോൾ നിരവധി സഞ്ചാരികൾ പൂക്കൾ കാണാൻ ഇവിടേക്കെത്തുന്നുണ്ട്. സൂര്യകാന്തി കൃഷി ചെയ്തേക്കുന്നത് ഇത് തന്നെ ടൂറിസം തന്നെ ഉദ്ദേശിച്ച. അത് എനിക്ക് മാത്രം പോരാ, നാട്ടിലുള്ള എല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അവരവരുടെ വീടിൻ്റെ റോഡ് എന്തേരം ഉണ്ടോ അത്രയും റോഡ് ക്ലീൻ ചെയ്ത് ഇടുക. ആവശ്യമുള്ള നിർദ്ദേശങ്ങളും കൊടുക്കും, അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ചെടിയും കൊടുക്കും. അല്ലാതെ നാട്ടുകാർ മുഴുവനും സൂര്യകാന്തി കൃഷി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ചെടികൾ അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്ത പഞ്ചായത്തുകാരും ചെയ്യും. അങ്ങനെ നമുക്ക് ഇടുക്കി ജില്ല മൊത്തമായിട്ട് മാറ്റാൻ പറ്റും. വിവിധങ്ങളായ പ്രതിസന്ധികൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവന പോരാട്ടത്തിന്റെ പ്രതീകമാണ് ബൈസൺ വാലിയിലെ സൂര്യകാന്തി പൂക്കൾ. ന്യൂസ് 18 ഇടുക്കി. ഉത്സവ നടത്തിപ്പിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് വേറിട്ടൊരു പ്രതിഷേധം നടന്നു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ആനയ്ക്ക് പകരം നെറ്റിപ്പട്ടം കെട്ടിയ ഓട്ടോറിക്ഷയാണ് നഗരം ചുറ്റിയത്. വിവിധ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പൂരം. ആനയ്ക്ക് പകരം ഓട്ടോറിക്ഷ, മോടികൂട്ടി നെറ്റിപ്പട്ടം, അകലം പാലിക്കാതെ നിരത്തി നിർത്തിയ ഓട്ടോറിക്ഷകൾ. കാഴ്ചയിൽ മനോഹരമെങ്കിലും പൂരപ്രേമികൾ ഇത്തരം ഉത്സവമല്ല ആഗ്രഹിക്കുന്നതെന്ന മുന്നറിയിപ്പോടെയാണ് പ്രതിഷേധം. അഞ്ചുവിളക്ക് പരിസരത്ത് നിന്നും കളക്ടറേറ്റിന് മുന്നിൽ വരെ കാഴ്ചകൾ നീണ്ടു. ഈ ഒരു ആനകളുടെ എഴുന്നള്ളിപ്പും മരുന്നുപണിയും എല്ലാം ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കി. നിബന്ധനകൾ അതെല്ലാം മാറ്റി കിട്ടണം. എപ്പോഴും വർഷത്തിലൊരിക്കൽ ഈ ഉത്സവങ്ങൾ കാണുമ്പോൾ നമുക്ക് എത്രയധികം സന്തോഷമാണ് ഭക്തജനങ്ങൾക്ക്. അത് ഇല്ലായ്മ ഉണ്ടായിരുന്നത്. സമാധാനമായ ജീവിതം മുമ്പോട്ട് പോകാൻ ഇതെല്ലാം വളരെ ആവശ്യമാണ്. ഈ ഉത്സവങ്ങളുടെ മഹിമ അതേ തരത്തിൽ നിലനിർത്താൻ സാധിക്കട്ടെ. പാലക്കാട് വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിവിധ ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കാളികളായി. സർക്കാർ ഉത്സവ നടത്തിപ്പ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.
സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 7,150 രൂപ, പവന് 57,200 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,900 രൂപ, പവന് 47,200 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം. പ്രതികളിൽ ഏതാണ്ട് 9 പേരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓംപ്രകാശിന്റെ എതിർ സംഘത്തിലുള്ള എയർപോർട്ട് സാജനും മകനും ഉൾപ്പെടെ മകൻ ഡാനിയും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു. ഓംപ്രകാശിനെ നോട്ടീസ് നൽകിയിട്ടും രാത്രി വരെ പോലീസ് സ്റ്റേഷനിലെത്താനോ കീഴടങ്ങാനോ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് രാത്രിയോടുകൂടി ഓംപ്രകാശിനെ കഴക്കൂട്ടത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അയാൾ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അധികം വൈകാതെ രാവിലെ തന്നെ ഓംപ്രകാശിന് ജാമ്യം നൽകും. മറ്റ് കേസുകളും അയാളുടെ പേരിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാറണ്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓംപ്രകാശിന് ഇന്ന് ജാമ്യം കിട്ടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് നടത്തുന്നു. 75ഓളം പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത്. അതിൽ 10 പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു. ബാക്കി കുറച്ചുപേരെ കൂടി ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നഗരത്തിൽ ഗുണ്ടകളുടെ ശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് ഒരു ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആളുകളെ ബഹളമുണ്ടാക്കുന്നു പറഞ്ഞ് അവിടെ പരിശോധനയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ തല അടിച്ചുപൊട്ടിക്കുന്ന സംഭവങ്ങളുണ്ടായി. പലയിടത്തും ഇത്തരത്തിൽ പോലീസ് ഈ ഗുണ്ടകൾ വിലസുന്നുണ്ട്. ഈ ഓംപ്രകാശ് തന്നെ ഈ ബാറിലെ സംഭവത്തിന് ശേഷം ഈ ഫിലിം ഫെസ്റ്റിവൽ വേദികളിലടക്കം മണിക്കൂറുകളോളം കറങ്ങി നടന്നിരുന്നു. അതും പോലീസിന് നാണക്കേടായ സംഭവമാണ്. ആ സാഹചര്യത്തിലാണ് ഓംപ്രകാശിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത്. കൂടുതൽ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നു. ഗുണ്ടകളും പോലീസുകാരും തമ്മിലുള്ള വിശുദ്ധ ബന്ധം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ആ ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിരുന്ന് സത്കാരത്തിൽ മദ്യസത്കാരത്തിൽ ഗുണ്ടകളും പോലീസും ഒരുമിച്ച് പങ്കെടുത്തത് പോലീസിനാകെ നാണക്കേടായിരുന്നു. ആ വിഷയത്തിലും പോലീസിന്റെ അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റു പ്രതികളിൽ ഏതാണ്ട് 9 പേരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓംപ്രകാശിന്റെ എതിർ സംഘത്തിലുള്ള എയർപോർട്ട് സാജനും മകനും ഉൾപ്പെടെ മകൻ ഡാനിയും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു. ഓംപ്രകാശിനെ നോട്ടീസ് നൽകിയിട്ടും രാത്രി വരെ പോലീസ് സ്റ്റേഷനിലെത്താനോ കീഴടങ്ങാനോ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് രാത്രിയോടുകൂടി ഓംപ്രകാശിനെ കഴക്കൂട്ടത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അയാൾ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അധികം വൈകാതെ രാവിലെ തന്നെ ഓംപ്രകാശിന് ജാമ്യം നൽകും. മറ്റ് കേസുകളും അയാളുടെ പേരിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാറണ്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓംപ്രകാശിന് ഇന്ന് ജാമ്യം കിട്ടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് നടത്തുന്നു. 75ഓളം പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത്. അതിൽ 10 പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു. ബാക്കി കുറച്ചുപേരെ കൂടി ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നഗരത്തിൽ ഗുണ്ടകളുടെ ശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് ഒരു ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആളുകളെ ബഹളമുണ്ടാക്കുന്നു പറഞ്ഞ് അവിടെ പരിശോധനയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ തല അടിച്ചുപൊട്ടിക്കുന്ന സംഭവങ്ങളുണ്ടായി. പലയിടത്തും ഇത്തരത്തിൽ പോലീസ് ഈ ഗുണ്ടകൾ വിലസുന്നുണ്ട്. ഈ ഓംപ്രകാശ് തന്നെ ഈ ബാറിലെ സംഭവത്തിന് ശേഷം ഈ ഫിലിം ഫെസ്റ്റിവൽ വേദികളിലടക്കം മണിക്കൂറുകളോളം കറങ്ങി നടന്നിരുന്നു. അതും പോലീസിന് നാണക്കേടായ സംഭവമാണ്. ആ സാഹചര്യത്തിലാണ് ഓംപ്രകാശിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത്. കൂടുതൽ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നു. ഗുണ്ടകളും പോലീസുകാരും തമ്മിലുള്ള വിശുദ്ധ ബന്ധം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ആ ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിരുന്ന് സത്കാരത്തിൽ മദ്യസത്കാരത്തിൽ ഗുണ്ടകളും പോലീസും ഒരുമിച്ച് പങ്കെടുത്തത് പോലീസിനാകെ നാണക്കേടായിരുന്നു. ആ വിഷയത്തിലും പോലീസിന്റെ അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റു പ്രതികളിൽ ഏതാണ്ട് 9 പേരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓംപ്രകാശിന്റെ എതിർ സംഘത്തിലുള്ള എയർപോർട്ട് സാജനും മകനും ഉൾപ്പെടെ